ശ്രീമാൻ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സമുദായ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങി കേരള ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള ആളുകളെ കാണും, ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരോട് സംസാരിച്ചത് മനുഷ്യരോട്. അത് ബിജെപിക്കാർക്ക് മനസ്സിലാകില്ല. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ആർഎസ്എസ്കാർക്ക് മനസ്സിലാകില്ല. ഞങ്ങൾ മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾക്ക് മനസ്സിലാകില്ല. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് ബിജെപി എവിടെയും പറഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ പറയൂല. എന്താ പറയാത്തറിയോ? രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് അതിൽ അഴിമതി നടത്തി, രാമന്റെ മൂർത്തിയുടെ മേലേക്ക് വെള്ളം വീഴുന്ന രീതിയിലേക്ക് മേൽക്കൂരയിൽ അഴിമതി നടത്തിയ ആളുകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്ന പറയുന്നത്? ഈ രാജ്യത്തെ പെട്രോളിയം നികുതി കൊള്ള, ഗ്യാസ് കിട്ടാതെ വരുന്ന വിലക്കയറ്റം ഉണ്ടാകുന്നത്, രൂക്ഷമായ തൊഴിലില്ലായ്മ, ഇത് ഹിന്ദുക്കളെ ബാധിക്കുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്നതാ. ബാധിക്കുന്ന മനുഷ്യരുടെ മതം നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആകെ ഭരിക്കുന്നത് അദാനിക്കും അംബാനിക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ടാണ്. എന്താ എന്റെ ഉദ്ദേശം? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ബിജെപിക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഭരിക്കുന്നതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഭരണപരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ബിജെപിക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഇനി അടുത്തത് മുസ്ലിം ലീഗ് ഒരു മത പാർട്ടി അല്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. മൈനോറിറ്റി സ്വത്വബോധത്തിലുള്ള ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് കൂത്തുപറമ്പിൽ ജയന്തിയെ കൊണ്ടുപോയി മത്സരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചത്. നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് എത്രമാത്രം അടിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ജിൻഡോ ഇവിടെ നടത്തിയ പ്രസംഗം. കാരണം ശ്രീമൻ ജിൻഡോ, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, KM ഷാജിയുടേത് സ്വത്വ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടേത് വർഗീയവുമാകുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ അവരവരുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല. നിങ്ങൾക്ക് കാന്തപുരം ഒരിക്കലും ഒരു സാമുദായിക നേതാവല്ല. അദ്ദേഹം കാന്തപുരം ആയാലും പാണക്കാട് തങ്ങളായാലും സാമുദായിക നേതാക്കന്മാരല്ല. കേൾക്കട്ടെ, സമയമില്ല ജിൻഡോയ്ക്ക് വഴങ്ങിത്തരാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജിൻഡോയ്ക്ക് എനിക്ക് വഴങ്ങിത്തരാൻ പ്രശ്നമൊന്നുമില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വഴങ്ങിത്തരാം, പക്ഷെ സമയമില്ല. അപ്പൊ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണ ശ്രീമാൻ വി ഡി സതീശനില്ല എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബിജെപി നിങ്ങൾ ജയിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവിടെ പോയി MLA-മാരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണോ മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുള്ളത്, അതോ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുകയാണോ? ഞങ്ങൾ ഇങ്ങനെ MLA-മാരെ ഏതെങ്കിലും ബഹുഭൂരിപക്ഷ MLA-മാര് വേണ്ടാന്ന് പറഞ്ഞ ഒരാളെയാണോ ഇട്ടുള്ളത്? അങ്ങനെ അല്ലല്ലോ. അല്ല, പാർട്ടിയുടെ നിലപാടുകൾ പാർട്ടിയുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണോ ബിജെപി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാറോ അതോ കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ പാർട്ടിയിലെ രീതി? നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയും തീരുമാനമെടുത്തുള്ളൂ. ഈ ഡ്രാമയെ പറ്റിയേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശരി, ബിജെപിയുടെ രീതി അതാണെങ്കിൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം തേടുന്നില്ല. ഇവിടെ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം തേടിയതിനു ശേഷം അവരുടെ വോട്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് അല്ല പിന്തുണ ശേഷം പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായമല്ലേ ജനവികാരം പ്രതിഫലിക്കുന്നതെന്നാണ് എന്റെ സംശയം. ഡൽഹിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പാർലമെന്ററി പാർട്ടിയിലെ ജനവികാരം കണക്കിലെടുത്തിട്ടാണോ നിങ്ങൾ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണോ തെരഞ്ഞെടുപ്പ് നേരിട്ടത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനെന്താ പറഞ്ഞത്? നിങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ വോട്ടെടുപ്പ് നടത്തി അവരുടെ അഭിപ്രായം തേടിയപ്പോൾ എന്താണ് അവസ്ഥ? വി ഡി സതീശന് പിന്തുണയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടന്നത് എന്നതിന്റെ ലക്ഷണം ഇന്നത്തെ തെരുവുകളിൽ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ വർഗീയത എന്നാണല്ലോ ഇവിടെ ശ്രീമതി നിഷയും ആദ്യ ഘട്ടത്തിൽ സൂചിപ്പിച്ചത്. എന്താണ് വർഗീയമായ പരാമർശം? ഇവിടെ കണ്ട ഒരു നേതാവിന് അനുകൂലമായ പ്രകടനത്തിന്റെ എന്ത് കുഴപ്പമാണ് സന്ദീപ് വാചസ്പതിയും ബിജെപിയും കാണുന്നത്? അല്ല, വി ഡി സതീശനെ അനുകൂലിക്കുന്നതിനകത്തോ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നതിനകത്തോ അല്ലല്ലോ പ്രശ്നം. ഇന്ന് തൊടുപുഴയിൽ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? നിഷയുടെ ചാനലിൽ ആവശ്യമുണ്ടല്ലോ, അതൊന്ന് കേൾപ്പിക്കൂ. എന്തിനാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്? സ്വന്തം നേതാവിന് ജയ് വിളിച്ചോളൂ, നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടായി, ആയിക്കോട്ടെ. അപ്പോ ആരാണ് സ്വാഭാവികമല്ലേ സന്ദീപ്? അഭിപ്രായം പറയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തിരിച്ചും പ്രതീക്ഷിക്കണ്ടേ? അത് സ്വാഭാവികമല്ലേ? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 10 വർഷത്തെ കേട് മുസ്ലിങ്ങൾക്ക് വേണ്ടി തീർത്തിട്ട് വേണം നമ്മൾ അടുത്ത UDF ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? മതമാണ് പ്രശ്നമെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിന് സമുദായത്തിന് വേണ്ടി വേണം ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചതിന് ശേഷം തെരുവിൽ ഇത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികതയെ പറ്റി ഞങ്ങൾ പറഞ്ഞുള്ളൂ. പൂർണ്ണമായി സ്ത്രീകളുടെ കെട്ടുതാലി പൊട്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്? അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ആരാണ് ഈ രാജ്യത്ത് മതം പറയാതെ പ്രസംഗിക്കുന്നവർ തെരഞ്ഞെടുപ്പ് റാലികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ? ശ്രീ സന്ദീപ് സ്ത്രീകളുടെ കെട്ട്
അല്ല, സ്ത്രീകളുടെ കെട്ടുതാലി വരെ പണയം വെക്കേണ്ടി വരും എന്ന് പറയുന്നത് വർഗീയതയാണോ? അല്ല, നിഷേധന രണ്ടും തമ്മിൽ കോയിൻ ചെയ്ത് മനസ്സിലായില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് BJP ഭരിക്കുന്നത് BJP പറഞ്ഞോ? ഇത് കാണിക്കൂ. അല്ല, നിഷ വെറുതെ വന്നിട്ട് അങ്ങ് സാമീകരിക്കാതെ. എവിടെ BJP പ്രസംഗിച്ചുള്ളത്? BJP ഭരിക്കാൻ കോൺഗ്രസ് ഭരിച്ചു എന്ന് പറഞ്ഞു എന്നല്ല. ന്യൂനപക്ഷ സമുദായത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ എന്തെല്ലാം പ്രസംഗങ്ങൾ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ നേതാക്കൾ നടത്തിയിരിക്കുന്നു. എന്താണ് അവഹേളനങ്ങൾ? നിങ്ങളുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രയോഗങ്ങൾ സന്ദീപ് വാചസ്പതി കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഹൈക്കമാൻഡിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മറികടക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ആ സാഹചര്യം എവിടെ നിന്നുണ്ടായി? ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും സമ്മർദ്ദം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആരോപണം. സ്ഥിരമായി അവർ UDF-ന്റെ ഘടകകക്ഷിയാണ്. അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് എന്ന് പറഞ്ഞു തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. RSPയുടെ പിന്തുണ, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ, ഇതൊക്കെ VD സതീശൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണയിലും RSPയുടെ പിന്തുണയിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമാണ് പ്രശ്നം. അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ശ്രീ സന്ദീപ് വാചസ്പതി? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് മറ്റേത് രണ്ടും പൊളിറ്റിക്കൽ പാർട്ടികളും ഇതൊരു മതപാർട്ടിയുമാണ്. ആ മതപാർട്ടി മതത്തിന് വേണ്ടി അധികാരം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഞങ്ങൾക്ക് തോന്നുന്നേ. ഞങ്ങൾക്ക് തോന്നാൻ ജനാധിപത്യപരമായി ഞങ്ങൾക്ക് റൈറ്റ് ഇല്ലേ? മതത്തിന് വേണ്ടി അധികാരം പിടിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് എവിടെയാണ് ഔദ്യോഗികമായി പറഞ്ഞത്? മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നടത്തുന്നത്. മുസ്ലിം ലീഗ് എവിടെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇത്തവണ ആർക്കായിരുന്നു? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2047 ആകുമ്പോൾ ഇന്ത്യ എന്താക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട്? അതും കൂടെ പറയും നിഷ. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ശ്രീമാൻ VD സതീശനല്ലേ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്തത് ശ്രീമാൻ VD സതീശനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു എന്ന്. അതിനൊന്നും ഇല്ലേ? ഷാഫി പറമ്പലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന്റെ താഴെയുള്ള കമന്റുകളൊന്ന് വായിക്കണം. ശ്രീമാൻ മാത്തി കുഴൽനാടന് കേട്ട ഭർസനം ഒന്ന് കേൾക്കണം. ശ്രീമാൻ സന്ദീപ് വാര്യർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ, ഇതൊക്കെ കേൾക്കണം. ആരാണ് ഇതിന്റെ പിന്നിൽ? നിങ്ങൾ ഈ പറഞ്ഞ എക്കാലത്തെയും UDF-ന്റെ വിശ്വസ്ത പാർട്ടിയായ ലീഗുകാർ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്? അത് പുറത്തു പറയുന്നത് ഞങ്ങൾക്കാണോ കുഴപ്പം? അത് ഉത്തരം പറ. BJPക്ക് ഇപ്പൊ എന്നെ പ്രശ്നം, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് VD സതീശൻ എന്നാ. VD സതീശൻ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന VD സതീശൻ പള്ളിയിലും പോവും, എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുമായിട്ട് സംസാരിക്കും. അത് അദ്ദേഹം ഒരു മതേതരവാദി ആയതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. ആ രാഷ്ട്രീയം BJPക്കാർക്ക് മനസ്സിലാകാത്തത് അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഇനി ഭൂരിപക്ഷം പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലെങ്കിൽ, ഈ തമിഴ്നാട്ടിൽ വിജയ് ചെന്നപ്പോൾ 4 വട്ടം മടക്കി അയച്ചില്ലേ ആർലേക്കർ? അതുപോലെ VD സതീശനോട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചായിട്ട് എൻ്റെ അറിവിലില്ല. അദ്ദേഹം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുക. 102 പേരുടെ പിന്തുണയുമായിട്ടാണ് ചെന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ RSS-കാരനായിട്ടുള്ള ആർലേക്കറോട് ചോദിച്ചാൽ മതി പാർലമെന്ററി പാർട്ടിയിൽ VD സതീശന് പിന്തുണയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഇനി 2, സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ ആക്ഷേപിച്ചു. സമുദായ നേതാക്കന്മാർ മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ചാൽ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടാവും. മര്യാദകേടും വർഗീയതയും പറഞ്ഞാൽ തിരിച്ചു കിട്ടും. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് BJP എവിടെയും പറഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ പറയില്ല. എന്താ പറയാത്തെന്നറിയോ? രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് അതിൽ അഴിമതി നടത്തി രാമന്റെ മൂർത്തിയുടെ മേലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ മേൽക്കൂരയിൽ അഴിമതി നടത്തിയ ആളുകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്ന പറയുന്നത്? ഈ രാജ്യത്തെ പെട്രോളിയം നികുതിക്കൊള്ള, ഗ്യാസ് കിട്ടാതെ വരുന്ന വിലക്കയറ്റം ഉണ്ടാകുന്നത്, രൂക്ഷമായ തൊഴിലില്ലായ്മ, ഇത് ഹിന്ദുക്കളെ ബാധിക്കുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്നതാ. ബാധിക്കുന്ന മനുഷ്യരുടെ മതം നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആകെ ഭരിക്കുന്നത് അദാനിക്കും അംബാനിക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ടാ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള BJPക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഭരിക്കുന്നതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഭരണപരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ സാധാരണക്കാരായിട്ടുള്ള BJPക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഗ്യാസിന്റെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമായിട്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ല എന്നുള്ള ആ വല്ലാത്ത ഔദാര്യം ഞങ്ങളോട് കാണിക്കേണ്ട.
ഇനി അടുത്തത് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒരു മത പാർട്ടി അല്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. മൈനോറിറ്റി സ്വത്വബോധത്തിലുള്ള ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് കൂത്തുപറമ്പിൽ ജയന്തിയെ കൊണ്ടുപോയി മത്സരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചത്. നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കിയത് തെറ്റിദ്ധാരണയുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഉണ്ടാക്കി പോയപ്പോ നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞ ദ്വിരാഷ്ട്രവാദത്തിന്റെ പിൻപറ്റിക്കൊണ്ട് ജിന്ന പോയപ്പോ ഈ രാജ്യത്തിന്റെ മതേതര സ്വത്വബോധത്തിൽ നിന്ന് ഈ രാജ്യത്തിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യരാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ചരിത്രം പരിശോധിച്ചാൽ മതി. വാട്സാപ്പിൽ വരുന്ന മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് എത്രമാത്രം അടിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ജിൻഡോ ഇവിടെ നടത്തിയ പ്രസംഗം. കാരണം ശ്രീമൻ ജിൻഡോ, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ KM ഷാജിയുടേത് സ്വത്വ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടേത് വർഗീയവുമാകുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ അവരവരുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്കിതിനെ ഒരേപോലെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല. നിങ്ങൾക്ക് കാന്തപുരം ഒരിക്കലും ഒരു സാമുദായിക നേതാവല്ല. അദ്ദേഹം കാന്തപുരമായാലും പാണക്കാട് തങ്ങളായാലും സാമുദായിക നേതാക്കന്മാരല്ല. കേൾക്കട്ടെ, സമയമില്ല ജിൻഡോ. ജിൻഡോയ്ക്ക് വഴങ്ങിത്തരാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജിൻഡോയ്ക്ക് എനിക്ക് വഴങ്ങിത്തരാൻ പ്രശ്നമൊന്നുമില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വഴങ്ങിത്തരാം. പക്ഷെ സമയമില്ല. അവനവന്റെ മതത്തിനും സമുദായത്തിനും വേണ്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. 100% ഞാൻ യോജിക്കുന്നു. ശ്രീമാൻ VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സമുദായ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങി. ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായ നേതാവിന്റെ തിണ്ണനിറങ്ങിയില്ല എന്നിടത്താണ് ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. താങ്കൾ ഇപ്പോൾ ലീഗിന്റെ ചരിത്രം പറഞ്ഞിട്ട് എന്നോട് ചരിത്രം പഠിക്കാൻ പറഞ്ഞല്ലോ. താങ്കളുടെ വലിയ നേതാവായ നെഹ്റു എന്താണ് ലീഗിനെ വിശേഷിപ്പിച്ചത്? എങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞങ്ങൾക്ക് സൗകര്യമുള്ള ആളുകളെ കാണും. സംസാരിക്കും. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരോട് സംസാരിച്ചത്. മനുഷ്യരോട് അത് BJP-ക്കാർക്ക് മനസ്സിലാകില്ല, RSS-കാർക്ക് മനസ്സിലാകില്ല. ഞങ്ങൾ മുഴുവൻ മനുഷ്യരോട് സംസാരിച്ചതുകൊണ്ട് ഇത്ര വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് മനസ്സിലാകില്ല. എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകില്ല. നമുക്ക് ഇങ്ങനെ ഈ ചർച്ച മുന്നോട്ട് പോകാൻ കഴിയില്ല. അടിപൊളി.